അളിയനും സമൃദ്ധയും മോളും എന്നും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. ധൈര്യറ്റിളിയാ. ഹായ് സച്ചിയങ്കിൾ. സച്ചിയങ്കിളെ. മോളെ അങ്കിൾ എപ്പോ വന്നു? എന്നെ കാണാൻ വന്നതാണോ? അല്ലാതെ പിന്നെ എന്റെ മോക്കൊരു സമ്മാനം തരാൻ വേണ്ടി വന്നതാ അങ്കിള്. സമ്മാനോ? എന്ത് സമ്മാനം? വാവ്, പുതിയ ഡ്രസ്സോ? അങ്കിൾ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? അതെ, മോക്ക് വേണ്ടി തന്നെ വാങ്ങിയതാ. എന്താ മോളെ? വേറെ ആരും വാങ്ങിത്തരുന്ന ഗിഫ്റ്റുകളൊന്നും മേടിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞത്. അത് പരിചയമില്ലാത്ത ആൾക്കാർ വാങ്ങിച്ചേരുന്നതിനെ കുറിച്ചാ അച്ഛൻ പറഞ്ഞത്. മോളും അങ്കിളും തമ്മിൽ അങ്ങനെയല്ലല്ലോ. ഇത് ഞാൻ വാങ്ങിച്ചെന്നെയാന്ന് അച്ഛൻ ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അച്ഛന് കാര്യം മനസ്സിലാവും. അങ്കിളിത് മോക്ക് ചേരുവോ നോക്കട്ടെ. കൊള്ളാലോ. കൊള്ളാം. ഇതെന്റെ മോക്ക് നല്ല പാകാ. മോക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടായെങ്കിലേ. താങ്ക് യു സോ മച്ച്. ആ, ബെല്ലടിച്ചു. ഈ ഡ്രസ്സ് നമുക്ക് ബാഗിൽ വെക്കാമേ. ശരി അങ്കിളെ, എന്നാ ഞാൻ പോട്ടെ. ബൈ അങ്കിൾ. ബൈ. അളിയെന്ന് കോടതി പോണില്ലേ? ഇല്ല, ഒരു സുഖം തോന്നുന്നില്ല. കേസ് ജൂനിയേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവര് നോക്കിക്കോളും. അളിയന്റെ മനസ്സിലാ ആദ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങ് പുനലൂരൊരു തുരങ്കൊണ്ടെന്ന് കരുതി ഇവിടുന്ന് തല ഉനിക്കേണ്ട കാര്യമില്ലല്ലോ. അളി എങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാം ശരിയാവും. എന്നെക്കുറിച്ചല്ല എൻ്റെ ആദി, എൻ്റെ മോളെക്കുറിച്ചാ. ഓർമ്മ തിരിച്ചു കെട്ടി സമൃദ്ധ എൻ്റെ മോളെ വിട്ടു പോയാ അവൾക്കത് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല എൻ്റെ ഭയം. പിന്നെ സമൃദ്ധ സ്വന്തം അമ്മയല്ലാന്ന് പാവം എൻ്റെ കുഞ്ഞിനറിയില്ലല്ലോ. അതറിയുമ്പോ അവക്കുണ്ടാവുന്ന ട്രോമ അതവളെ തകർത്ത് കളയുമെന്ന് എൻ്റെ പേടി. ഞാനവളെ എന്തു പറഞ്ഞ് മനസ്സിലാക്കും രാജീവേ? രാത്രി കിടന്ന ഉറക്കം വരില്ല, ഉണർന്ന മറ്റൊന്നിലും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. പേടിയാ എന്റെ കുഞ്ഞിനെ ഓർത്ത്. അവക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ എനിക്ക് പിന്നെ ഒന്നും താങ്ങാൻ വയ്യ. എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അളിയൻ അത്രയ്ക്ക് കടന്നു ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അളിയനെയും മോളെയും ഈ വീടിനെ ഉപേക്ഷിച്ച് സമൃദ്ധ എങ്ങോട്ടും പോകൂലെന്ന് തന്നെയാണ്. ഞാനല്ലേ പറയുന്നത്, അളിയൻ ധൈര്യമായിട്ടിരിക്കെ. അളിയ, ഞാനൊരു പോലീസുകാരനാ. ഓരോന്ന് ചെയ്യുമ്പോഴും അതിനൊരു കണക്കൂട്ടലുണ്ട്, അത് തെറ്റില്ല.
ശിശിരെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്കുണ്ടായ ഭാഗ്യം എന്താണെന്നറിയാമോ? ഇതുപോലത്തെ ഒരു കുടുംബത്തെ കിട്ടിയതാണ്. അളിയനും സമൃദ്ധയും മോളും എന്നും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. ധൈര്യറ്റിളിയാ, ഞാനല്ലേ പറയണത്. മോക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിലേ. താങ്ക് യു സോ മച്ച്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സന്തോഷിക്കല്ലേ വേണ്ടത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 10 വർഷം നിന്റെ ഭാര്യയും മകളും കാണാമറയത്തായിരുന്നു. എന്നാ ഇപ്പൊ അവർ നിന്റെ കൺമുമ്പിലില്ലേ? ഇന്ന് നിനക്ക് നിന്റെ മോൾക്ക് സ്നേഹത്തോടെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലടാ. പക്ഷേ എന്റെ മോൾക്കറിയില്ലല്ലോ ഞാനാ അവളുടെ അച്ഛനെന്ന്. ആ ഡ്രസ്സ് എന്റെ മോൾക്ക് കൊടുക്കുമ്പോ ഞാൻ നിന്റെ അച്ഛനാണ് മോളെന്ന് എനിക്കവളെ ചേർത്ത് പിടിച്ച് പറയാൻ പറ്റുമോ? അതല്ലേ എന്റെ ജീവിതത്തിലെ വലിയ നിർഭാഗ്യം. നീ പറഞ്ഞ ശരിയാ. അവരെ കാണാത്ത കാലത്ത് അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ഒളിച്ചു നിന്ന് കാണേണ്ടി വരുന്ന ഒരച്ഛന്റെയും ഭർത്താവിന്റെയും സങ്കടം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിനേക്കാൾ വലിയ വേദന ഒരു പുരുഷന്റെ ജീവിതത്തിൽ വേറെ അനുഭവിക്കാനുണ്ടോ? എന്റെ മോളുടെ നാവിന്ന് അച്ഛന്നൊരു വിളി കേൾക്കാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? കുറച്ചുകൂടി ക്ഷമിക്കടാ, എല്ലാം നേരെയാവും. നേരെയാവും. അതെങ്ങനെയാണെന്ന് അറിയാമോ നിനക്ക്? ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്ന് എന്റെ ഭാര്യയും മകളെയും കൈപിടിച്ചിറക്കിക്കൊണ്ടുവരണം. പക്ഷേ എനിക്കതിനും പറ്റുന്നില്ലല്ലോ. എന്തിനും അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ പറ്റില്ലല്ലോ. അന്ന് ഞാൻ കടലിൽ ചാടി ചാവാൻ നോക്കിയപ്പോ അവരെന്തിനാ എന്നെ രക്ഷിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അന്നങ്ങ് തീർന്നു പോയിരുന്നെങ്കില് ഈ വേദന ഇപ്പൊ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? കൺമുമ്പിൽ ഒരുത്തൻ കടലിൽ ചാടി ചാകാൻ നോക്കുന്നത് കണ്ട ആരായാലും രക്ഷിക്കില്ലേ? ജീവൻ തിരിച്ചു വരുന്നവരെ കുറ്റം പറയുന്നത് എന്തിനാ? എടാ, കുറ്റം പറഞ്ഞതൊന്നുമല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞതാ.